ശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡ ശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന്റെ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്നു. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാൽ അങ്ങനെ തന്നെ അവന്റെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ പുസ്തകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്കും വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചന വാഴ്ച ജോയപ്രതന്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നേ നിറയും സ്തുതി പാടിടുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. കുറ്റം കൂടാതെ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികെയുള്ള മഹൽ ശക്തി നീയെ. നാഥാന്തികെയുള്ള മഹൽ ശക്തി നീയെ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. കൊണ്ടെന്റെ ഉള്ളം നന്ദിയുന്നു. സന്നാഹമോ സ്തുതി പാടിടുന്നേ. നാദാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. താതൻ പേർക്കും പക്ഷവാദം ചെയ്തിടും മമ ജീവനാഥ. പക്ഷവാദം ചെയ്തിടും മമ ജീവനാഥ. ലേലുയാ, 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 ലേലുയാ,
ലേലുയാ. ആഹാഹാഹാ ലേലുയാ. നിൻ മഹാകൃപയ്ക്കായി ഞാൻ ഞാൻ സ്തുതിക്കുന്നു നിൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ദൈവപിതാവേ എന്നുടെ താതൻ നീ ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീമ. ആഹാഹാലേലുയാ. 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 നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം, ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം. ആത്മാവാൽ ആനന്ദ നദീത്, ആത്മാവാൽ നിറയുക ആനന്ദ നദീത്. പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും. നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് വരാം. ജോയ് ബ്രദർ കൊളോസിയർ 1:6 വാക്യം ഒന്ന് വായിക്കാം. എല്ലാ വാക്യങ്ങളും വായിക്കണം, ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. കൊലോസ്യർ 1:6 വാക്യം. ആ സുവിശേഷ സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ച് വർദ്ധിച്ചു വരുന്നു. ദൈവനാമത്തിന്, കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും ആരാധനയും സർവശക്തനായ കർത്താവിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനമാണ്, 1-ാം അധ്യായമാണ് നാം ധ്യാനിക്കുന്നത്. 6-ാം വാക്യം. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. NIV-യിൽ that has come to you. All over the world, this gospel is producing fruit and growing, just as it has been doing you since the day you heard it and understood God's grace in all its truth.
ഈ നീണ്ട വാക്യം നമുക്ക് ഭാഗം ഭാഗമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ധ്യാനിക്കാം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. സുവിശേഷം, സദ്വാർത്ത. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ദൈവസ്നേഹം സ്വന്തം പുത്രനെ പിതാവ് നൽകിയ സ്നേഹത്തെ പാപികളുടെ രക്ഷയ്ക്കായി ക്രൂശിൽ തറയ്ക്കുവാൻ പിതാവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ആ മഹാസ്നേഹത്തെ അംഗീകരിക്കുന്ന ഏത് വ്യക്തിക്കും സുവിശേഷം വഴി രക്ഷ പ്രാപിക്കാം. യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ലേഖനത്തിൻ്റെ കർത്താവ് പൗലോസാണ്. അദ്ദേഹം ഒരു കാലത്ത് യഹൂദനായിരുന്നു, രക്ഷിക്കപ്പെട്ടവനായിരുന്നില്ല. എന്നാൽ യേശുവിനെ അദ്ദേഹം വിശ്വസിച്ചു. സുവിശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മൊത്തമായി മാറ്റിമറിച്ചു. ഇവിടെ ഈ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. സുവിശേഷം ഒരു വ്യക്തി സ്വീകരിച്ചാൽ, ഒരു സമൂഹം സ്വീകരിച്ചാൽ അവിടെ സദ്ഫലങ്ങൾ ഉണ്ടാകും. സുവിശേഷം അംഗീകരിച്ചതിൻ്റെ ഫലമായി നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ഈ പൗലോസിന്, ലേഖനകർത്താവിന് സാധിച്ചു. സുവിശേഷം ഒരുവൻ്റെ പ്രാകൃത മനോഭാവം മാറ്റും. സുവിശേഷം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷ ഒരുവന് നൽകും. സുവിശേഷം സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥ പാത എന്താണെന്ന് ഒരുവന് ബോധ്യപ്പെടുത്തും. മാത്രമോ, പാപത്തിൻ്റെ ഫലമായി ഒരു മനുഷ്യൻ ന്യായമായും അനുഭവിക്കേണ്ട ദൈവക്രോധത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് സുവിശേഷം ഒരുവനെ രക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് സുവിശേഷം ഫലം കൊടുക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ വിത്ത് ഒരു നല്ല ഹൃദയത്തിൽ വീണാൽ അത് 100 മേനി വിളവ് നൽകും. പൗലോസിൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ഈ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ്, അംഗീകരിക്കുന്നതിന് മുമ്പ് പൗലോസ് പ്രാകൃതനായൊരു മനുഷ്യൻ, പാപികളിൽ ഒന്നാമൻ. പക്ഷേ സുവിശേഷം പൗലോസിനെ പാടെ മാറ്റി. പൗലോസ് പറയുന്നത് 1 തിമോത്തി 1:14 തൊട്ട്, കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. ദൈവകൃപയുടെ സുവിശേഷം പൗലോസ് സ്വീകരിച്ചപ്പോൾ പാപികളിൽ ഒന്നാമനായ പൗലോസ് രക്ഷിക്കപ്പെട്ടു. തുടർന്ന് പൗലോസ് എന്താണ് ചെയ്തത്? ഈ രക്ഷയുടെ സുവിശേഷം അറിഞ്ഞപ്പോൾ ഇത് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും നൽകുവാൻ തന്നാലാകുവോളം ഓടി നടന്ന് സുവിശേഷം അറിയിച്ചു. അങ്ങനെയാണ് ഈ കൊലോസിയിലും വന്ന് പൗലോസ് സുവിശേഷം അറിയിച്ചത്. സുവിശേഷം ഫലം കൊടുക്കും. അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അതുവരെ രക്ഷ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവരിൽ പലരും വിഗ്രഹാരാധികളായിരിക്കും. മാത്രമല്ല, ഇവർ ഒരുപാട് മതപരമായ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവരായിരുന്നുവെന്ന് കൊളോസ്യർ 2-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ പാപജീവിതത്തിൽ നിന്നും മതത്തിൻ്റെ പൊള്ളയായ ആചാരങ്ങളിൽ നിന്നും ഇവർക്ക് വരാനിരിക്കുന്ന നിത്യശിക്ഷാവിധിയിൽ നിന്നും സുവിശേഷം
ദൈവകൃപയുടെ സുവിശേഷം ഇവർക്ക് മോചനം നൽകി. ഇവർ രക്ഷിക്കപ്പെട്ടു. മാത്രമല്ല, ഇവർ സുവിശേഷം മൂലം രക്ഷയിലേക്ക് വന്നു. ഇവരുടെ ജീവിതമാകെ മാറി. സുവിശേഷം ഒരുവനിൽ മുളയ്ക്കുവാൻ, വളരുവാൻ ആരംഭിച്ചാൽ അവൻ്റെ സ്വഭാവം മാറും. പഴയ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട പറയും. ദൈവത്തിന് കൊള്ളാകുന്നവനായി, മനുഷ്യർക്കും കൊള്ളാകുന്നവനായി ജീവിക്കാൻ തുടങ്ങും. മാത്രമോ, സുവിശേഷം ഹൃദയത്തിൽ അംഗീകരിച്ച വ്യക്തി അത് മറ്റുള്ളവരോട് പറയും. പൗലോസ് ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിക്കുന്നു. അവിടെ സുവിശേഷത്തിന് വേണ്ടി ഹൃദയം തുറന്നവർ തുടർന്ന് മറ്റുള്ളവരോടും പറയുന്നു. അങ്ങനെ സുവിശേഷം 1-ാം നൂറ്റാണ്ടിൽ വേഗത്തിൽ പടർന്നുകൊണ്ടിരുന്നു. ഇത് സദ്വാർത്തയാണ്. പക്ഷേ കേൾക്കുമ്പോൾ ഒരു വാർത്തയാണ്. അത് ഏത് ഹൃദയമാണോ അംഗീകരിക്കുന്നത് ആ വ്യക്തിയിലും അവനോട് ബന്ധപ്പെടുന്ന വ്യക്തികളിലും വലിയ മാറ്റമുണ്ടാക്കുവാൻ ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് 6-ാം വാക്യത്തിൽ, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഫലം കായ്ക്കുന്നു, വർദ്ധിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസികൾ ദിവസേന പെരുകിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:16 തൊട്ട്, നീ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി എന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. പൗലോസിന് കർത്താവ് നേരിട്ടൊരു ദൗത്യം കൊടുത്തു. ഈ സുവിശേഷം എല്ലാവരോടും പറയണം, വിജാതികളോട് പറയണം. രക്ഷയിലേക്ക് വന്ന പൗലോസിന് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. തന്നാൽ ആവോളം ഈ സുവിശേഷം അറിയിക്കുവാൻ ഓടി നടന്നു. അങ്ങനെ കൊലോസിയിലും എത്തി. ഒന്ന് തിമോത്തി അത് വായിച്ചു. മത്തായിയുടെ സുവിശേഷം 28. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ എല്ലാ ജനതകളുടെയും യേശു, മത്തായിയുടെ സുവിശേഷം 28:18 തൊട്ട്, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം അതിവേഗം വ്യാപിച്ചു കൊണ്ടിരുന്നു. കാരണം എന്താ? ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നത്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ഇങ്ങനെ കാറ്റിൽ ഈ സുവിശേഷം പറന്നു പോയതല്ല. പൗലോസിനെ പോലെ ധാരാളം സമർപ്പിതരായ വിശ്വാസികളും ശുശ്രൂഷകന്മാരും ഓടി നടന്ന് സുവിശേഷം അറിയിച്ചു. അന്ന് അവർക്ക് പരിചിതമായ എല്ലാ സ്ഥലങ്ങളിലും പോയി, മുക്കിലും മൂലയിലും പോയി. കാരണം നിങ്ങൾ ഭൂലോകത്തെ എല്ലായിടങ്ങളിലും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. മർക്കോസ് 16:16. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കർത്താവിൻ്റെ ആ കൽപ്പനയെ അതേപോലെ സ്വീകരിച്ച ആദിമസഭയിലെ വിശ്വാസികളും ശുശ്രൂഷകന്മാരും അന്ന് അവർക്കറിയാമായിരുന്ന എല്ലാ ഭൂപ്രദേശങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവസഭ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ കൊളോസ്യ 1:6 പറയുന്നത്,
ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. കാരണം സുവിശേഷം കേൾക്കാത്ത ഒരു വ്യക്തി പോലും 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകാൻ പാടില്ല. കൊളോസിയർ 1:23. ഇനി കൊളോസിയ 1-ാം അധ്യായമാണ് നാം പഠിക്കുന്നത്. നാം പഠിക്കുന്ന ആ അധ്യായത്തിൽ തന്നെ 23-ാം വാക്യം. ജോയ് ബ്രദറിന് കിട്ടിയാലൊന്ന് വായിക്കാം. കൊളോസിയർ 1:23. 1:23. സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്നും നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ തന്നെ അവന്റെ മുമ്പിൽ നിൽക്കും. കൊളോസിയർ 1:23. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചോ? ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. നമ്മൾ മർക്കോസ് 16:16 പലതവണ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂലോകത്തെ എല്ലായിടത്തും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. പക്ഷേ ഞാനടക്കം നമ്മളിൽ പലരും ആ കൽപ്പനയ്ക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നില്ല. നിങ്ങൾ ഭൂലോകത്ത് എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. അത് ക്രിസ്തുവിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഓരോ വിശ്വാസിയും ശുശ്രൂഷകനും ആ കൽപ്പന ഞങ്ങൾക്കനുസരിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സർവ്വലോകത്തിലും സുവിശേഷം അറിയിച്ചു. പൗലോസ് പറയുകയാണ്, സർവ്വലോകം എന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് അറിയാമായിരുന്ന പ്രദേശങ്ങളിലെല്ലാം പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. അതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ഹല്ലേലൂയ. റോമാലേഖനം 15:9, റോമാലേഖനം 15:19. അതിനു മുമ്പ് മത്തായി 24:14, എല്ലാ ജനതകളോടും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകും. ലോകത്തിലെ ഒരു രാജ്യത്തിലെയും ജനത സുവിശേഷം കേൾക്കാതെ പോകരുത്. ഏതോ മൂലയിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, ആ വ്യക്തിയും സുവിശേഷം കേട്ടിരിക്കണം. ആരാണ് പറയേണ്ടത്? സുവിശേഷത്താൽ രക്ഷ പ്രാപിച്ച ദൈവമക്കളാണ് പറയേണ്ടത്. ഇവിടെ ക്രിസ്തു പറയുന്നത്, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകും. പാപികളിൽ ഒന്നാമനായ പൗലോസിനെ യേശു തൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു, അപ്പസ്തോലനാക്കി. തുടർന്ന് പൗലോസ് വെറുതെ ഇരുന്നില്ല. തന്നെ രക്ഷിച്ച സുവിശേഷം തന്നാൽ കഴിയുന്നിടത്തോളം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ തീവ്ര ശ്രമം നടത്തി. ആ ശ്രമത്തിൽ ഒരുപാട് ഉപദ്രവങ്ങളും അദ്ദേഹം സ്വന്തമാക്കി. റോമാലേഖനം 15:19, തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി. പൗലോസ് പറയുകയാണ്, റോമ 15:19, തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി. യെരുശലേം തൊട്ട് ഇല്ലിറിക്കോൺ വരെ ആ ഭാഗങ്ങളിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചു. ഇനി ആ പ്രദേശത്ത് സുവിശേഷം കേൾക്കാത്ത ഒരു വ്യക്തി പോലുമില്ല. ആ രീതിയിലായിരുന്നു പൗലോസിൻ്റെ സുവിശേഷവൽക്കരണം. തന്നിമിത്തം ഞാൻ യെരുശലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി. ജോയ് ബ്രദർ കൊളോസി 1:6 വായിക്കാം. നാം ധ്യാനിക്കുന്ന വാക്യം കൊളോസിയർ 1:6.
നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിലെല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും, കൊളോസിയിൽ മാത്രമല്ല, അപ്പസ്തോലന്മാരും ആദിമസഭയിലെ വിശ്വാസികളും ഈ സുവിശേഷം ഏത് മൂലയിൽ എത്തിച്ചോ അവിടെയെല്ലാം അത് ഫലം കൊടുത്ത് വളർന്നുകൊണ്ടിരുന്നു. അവിടെ സഭയുണ്ടായി, സഭയിലെ വിശ്വാസികൾ മറ്റുള്ളവരെയും ക്രിസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഫലം ഉണ്ടാകുക, വർദ്ധിച്ചു വരിക, ഈ രണ്ട് പ്രോസസ്സും നടന്നു. ലോകത്തിലെല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഫലം പുറപ്പെടുവിക്കുക. നമുക്കറിയാം, പണ്ട് ഈ കൊലോസിയിലുള്ളവർ ദൈവത്തിന് കൊള്ളാകുന്ന ഫലം പുറപ്പെടുവിച്ചവരല്ല. സുവിശേഷം അറിയാത്ത അവർ അന്ധമായ മതാചാരങ്ങൾക്കും പാപങ്ങൾക്കും വിധേയരായിരുന്നു. അന്ന് അവർക്ക് ദൈവത്തിന് കൊള്ളാകുന്ന സദ്ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം അവർക്കറിയില്ല, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ സുവിശേഷം ഒരുവൻ്റെ ജീവിതത്തെ മൊത്തമായി മാറ്റിമറിക്കും. ഒരു മനുഷ്യൻ്റെ നല്ല ഹൃദയത്തിൽ ഈ വചനമെന്ന വിത്ത്, സുവിശേഷം എന്ന വിത്ത് വീണാൽ അത് വളരും, പിന്നെ സദ്ഫലം പുറപ്പെടുവിക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വ്യക്തിയുടെ ജീവിതം നന്നാകും. രണ്ട്, സുവിശേഷത്താൽ സ്വഭാവത്തിന് മാറ്റം വന്ന് സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിശ്വാസി പിന്നെ എന്തായാലും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ മാറി എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല. അവനെ രക്ഷിച്ച ആ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നു. അങ്ങനെയാണ് വർദ്ധിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തി സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, സുവിശേഷം പറയുന്നില്ല, അപ്പോൾ മറ്റുള്ളവർ സുവിശേഷം കേൾക്കാൻ അവസരമില്ല. ഇത് ഒരാൾ പറഞ്ഞേ പറ്റൂ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത്. ആരും പറയാനില്ലെങ്കിൽ എങ്ങനെ കേൾക്കും? അപ്പോൾ ഫലം പുറപ്പെടുവിക്കുക, പിന്നെ വർധനവ്. ഈ രണ്ട് കാര്യത്തിലും ദൈവസഭകൾ ശ്രദ്ധിക്കണം. വിശ്വാസികളുടെ സ്വഭാവ രൂപീകരണവും വിശ്വാസികൾ സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞ് ആളുകൾ കൂട്ടത്തോടെ രക്ഷയിലേക്ക് വരികയും വേണം. 1-ാം നൂറ്റാണ്ടിൽ ഈ രണ്ട് കാര്യങ്ങളും, ഫലം കൊടുക്കലും പെരുകലും, എണ്ണത്തിൽ പെരുകലും, ഇത് രണ്ടും നടന്നു. അതുകൊണ്ട് കൊളോസി 1:6 നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും, ഈ ഒരു മാറ്റം എപ്പോഴാണ് ഉണ്ടായത്? ഇവർ സുവിശേഷം ശ്രവിക്കുകയാണ്. ഇവർ സുവിശേഷം ശ്രവിച്ചതുകൊണ്ടാണ്. ഈ കൊളോസിയിലുള്ളവർ ഈ സുവിശേഷം ശ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ, പൗലോസ് അവരുടെ അരികിലേക്ക് പോയി സുവിശേഷം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ റിസൾട്ടുകളൊന്നും അവിടെ ഉണ്ടാവുകയില്ല. ഈ റിസൾട്ട് ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിലെല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. NIV-യിൽ ഇങ്ങനെയാണ്, കൊളോസ്യർ 1:6 ദാറ്റ് ഹാസ് കം ടു യു. ഗോസ്പലാണ് ഇവരുടെ അരികിലേക്ക് എത്തിയത്. ദാറ്റ് ഹാസ് കം ടു യു. ഓൾ ഓവർ ദ വേൾഡ് ദിസ് ഗോസ്പൽ ഈസ് പ്രൊഡ്യൂസിങ് ഫ്രൂട്ട് ആൻഡ് ഗ്രോയിങ്. ഇത് ഫലം പുറപ്പെടുവിക്കുന്നു, പിന്നെ വളരുന്നു. ഓൾ ഓവർ ദ വേൾഡ് ദിസ് ഗോസ്പൽ ഈസ് പ്രൊഡ്യൂസിങ് ഫ്രൂട്ട് ആൻഡ് ഗ്രോയിങ്. ഗ്രോയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം ആളുകൾ ക്രിസ്തു മാർഗത്തിലേക്ക് വരുന്നു. ജസ്റ്റ് ആസ് ഇറ്റ് ഹാസ് ബീൻ ഡൂയിങ് യു സിൻസ് ദ ഡേ യു ഹാഡ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഗോഡ്സ് ഗ്രേസ് ഇൻ ഓൾ ഇറ്റ്സ് ട്രൂത്ത്. ഈ വാക്യം നമുക്ക് സാവകാശം ധ്യാനിക്കാം. ഫലം പുറപ്പെടുവിക്കണം. ഈ സുവിശേഷം ഒരുവൻ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു.
തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 7 തൊട്ട്. വേറെ ചിലത്. മർക്കോസിൻ്റെ സുവിശേഷം 4-7 തൊട്ട്. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. ഏതാണ് ഈ വിത്ത്? വചനമാണ് ആ വിത്ത്. സുവിശേഷമാണ് ആ വിത്ത്. അത് നല്ല ഹൃദയത്തിൽ വീണാൽ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. പൗലോസിൻ്റെ ഹൃദയത്തിൽ ഈ സുവിശേഷം എന്ന വിത്ത് വീണു. 30 മേനിയല്ല, 60 മേനിയല്ല, 100 മേനി ഫലം പൗലോസ് വിളയിച്ചു. അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കൊളോസ്യർ 1:10. കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. കൊളോസ്യർക്ക് എഴുതിയ 1-ാം അധ്യായമാണ് നാം ധ്യാനിക്കുന്നത്. 6-ാം വാക്യത്തിൽ ഫലം കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വീണ്ടും 10-ാം വാക്യത്തിൽ, കൊളോസ്യർ 1:10, കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും. സത്യവേദ പുസ്തകത്തിൽ 10-ാം വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞങ്ങളത് കേട്ട, കൊളോസ്യർ 1:10, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. സുവിശേഷം ഒരുവനെ സൽപ്രവൃത്തിയിലേക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും സുവിശേഷം കേട്ടാൽ എന്താണ് സംഭവിക്കുക? ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സുവിശേഷം കേട്ടോ, എല്ലാവരും വിശ്വസിച്ചാലോ? എല്ലാവരും രക്ഷിക്കപ്പെടാം. എല്ലാവർക്കും രക്ഷിക്കപ്പെടാം. ഒരു വ്യക്തിക്ക് പോലും നരകത്തിൽ പോകേണ്ടി വരികയില്ല. ഇന്ന് ആളുകൾ അഥവാ നരകത്തിൽ പോകുന്നുവെങ്കിൽ അവർ ഈ സുവിശേഷത്തെ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. 98-ാം സങ്കീർത്തനം 3-ാം വാക്യം, ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. 98-ാം സങ്കീർത്തനം 3-ാം വാക്യം, ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. സുവിശേഷം കേൾക്കാത്ത വ്യക്തികൾ, രക്ഷയിലേക്ക് വരാത്ത വ്യക്തികൾ അന്ധകാരത്താൽ, സാത്താന്യ ശക്തിയാൽ ബന്ധിതരാണ്. പിശാച് അടിമകളാക്കി ജനസമൂഹത്തെ വെച്ചിരിക്കുകയാണ്. എന്നാൽ സുവിശേഷത്താൽ അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളും അപ്പസ്തോലന്മാരും സുവിശേഷം സർവ്വലോകത്തിലും എത്തിക്കുവാൻ തീവ്രശ്രമം നടത്തിയതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12:24.
അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12:24. ദൈവവചനം വളർന്ന് വ്യാപിച്ചു. ദൈവവചനം വളർന്ന് വ്യാപിച്ചു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അപ്പസ്തോലന്മാരും അവർക്കറിയാവുന്ന ഭൂപ്രദേശങ്ങളിൽ ഒരു മനുഷ്യൻ പോലും ഈ സുവിശേഷം കേൾക്കാതെ പോകരുത്, ആ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചത്. അത് വളരെ വേഗം, അങ്ങനെ സുവിശേഷം വളരെ വേഗത്തിൽ പടർന്നു. അന്ന് ആ രാത്രിയിൽ മാലാഖമാർ, ആട്ടിടയന്മാർ ആടുകളെ കാത്തുകൊണ്ട് ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന സമയത്ത് ഇപ്രകാരം പറയുകയാണ്: സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളോട് സുവിശേഷിക്കുന്നു. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ആ സന്ദേശം കേട്ടപ്പോൾ ഇടയന്മാർ വെറുതെ ഇരുന്നില്ല. അവർ ആ ദിവ്യ ശിശുവിനെ കാണുവാനായി ഓടി. യേശുവിൻ്റെ ജനനം തൊട്ട് തന്നെ സുവിശേഷം അറിയിക്കുന്ന പ്രക്രിയ ആരംഭിച്ചു. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് ഒരു കൽപ്പന കൊടുത്തു. അതെന്താണ്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെരൂശലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ സുവിശേഷം അറിയിക്കുവാൻ ഓടി നടന്നത്. തീർച്ചയായും തോമസ് ലീഹ ഇന്ത്യയിലും വന്നിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെരൂശലേമിലും യൂദയ മുഴുവനിലും ഭൂമിയുടെ സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പസ്തോലന്മാർ കർത്താവിനോട് വിശ്വസ്തരായിരുന്നു. അതുകൊണ്ട് ഭൂമിയുടെ അതിർത്തികൾ വരെയും ഈ അപ്പസ്തോലന്മാർ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കർത്താവിന് സാക്ഷികളായി തീർന്നു. അവർ മാത്രമല്ല, അവരുടെ വായിൽ നിന്ന് സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വന്ന മറ്റു വിശ്വാസികളും ഈ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ സുവിശേഷം അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. റോമാലേഖനം 1-ാം അധ്യായം 14 തൊട്ട്: ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പൗലോസിന് ഒരു കാര്യം അറിയാം: അദ്ദേഹം അറിയിക്കുന്ന സുവിശേഷം കൂടാതെ യഹൂദനാകട്ടെ യവനനാകട്ടെ ആർക്കും തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. സുവിശേഷം അറിയാതെ, അംഗീകരിക്കാതെ ഒരു വ്യക്തിക്കും ആത്മരക്ഷ കിട്ടുകയില്ല. ഇക്കാര്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പ്രസ്താവിക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിച്ചതും. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. കാരണം പാപികളിൽ ഒന്നാമനായ പൗലോസിനെ രക്ഷിച്ചത് സുവിശേഷമാണ്. അതുകൊണ്ട് സുവിശേഷം കേൾക്കാത്ത ഓരോ വ്യക്തിയുടെ പക്കലും സുവിശേഷം എത്തിക്കുവാനുള്ള കടപ്പാട് പൗലോസിനുണ്ട്. പക്ഷേ നമുക്ക് ഈ ബോധ്യമുണ്ടോ? ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പൗലോസിൻ്റെ ഈ സ്പിരിറ്റ് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെയും സ്വാധീനിച്ചിരുന്നു. പൗലോസ് ഒരു സ്ഥലത്ത് പോയി സുവിശേഷം അറിയിച്ചു. പിന്നീട് അധികം വൈകാതെ തന്നെ അവിടെയുള്ള ദൈവസഭയിലെ അംഗങ്ങളും സുവിശേഷം അറിയിക്കുവാൻ തീവ്രതയോടെ നടക്കുകയാണ്. തെസലോനിക്ക സഭയിലെ വിശ്വാസികൾ അതാണ് ചെയ്തത്.
1 തെസ്സലോണി 1:8. എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്കദോനിയായിലും അഖായിയായിലും പ്രതിധ്വനിക്കുക മാത്രമല്ല, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു. തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല. തെസ്സലോണിക്കയിലുള്ളവർ ആദ്യം വിഗ്രഹാരാധികളായിരുന്നു. ജീവനില്ലാത്ത സ്വരൂപത്തെ വണങ്ങി അതിൻ്റെ അടുത്തേക്ക് പോയവരാണ്. പക്ഷേ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ജീവനില്ലാത്ത പ്രതിമകളെ അവർ ഉപേക്ഷിച്ചു. എല്ലാ തിരുസ്വരൂപ വണക്കങ്ങളും അവർ അവസാനിപ്പിച്ചു. മാത്രമല്ല, സുവിശേഷം അവർക്ക് നിത്യജീവൻ നൽകിയപ്പോൾ ഇത് മറ്റുള്ളവരെയും ആ സുവിശേഷം അവർ മറ്റുള്ളവർക്കും കൊടുക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു 1 തെസ്സലോണി 1:8. എന്തെന്നാൽ നിങ്ങളിൽ നിന്ന്, തെസ്സലോണിക്ക സഭയിലെ വിശ്വാസികളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്കദോനിയായിലും അഖായിയായിലും പ്രതിധ്വനിക്കുക മാത്രമല്ല, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു. തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല. പൗലോസ് ഒരു സ്ഥലത്ത് സുവിശേഷം പറയുന്നു. അതുവരെ അവിടെ ഉള്ളവരാരും സുവിശേഷം കേട്ടിട്ടില്ല. കാരണം ജാതികളോട് സുവിശേഷം അറിയിക്കുക, അതാണ് പൗലോസിൻ്റെ ദൗത്യം. ആരും ചെന്നെത്താത്ത മേഖലയിൽ പോയി സുവിശേഷം പറയുക. തെസ്സലോണിക്കയിൽ പോയി പറഞ്ഞു, സഭയുണ്ടായി. പിന്നെ തെസ്സലോണിക്കയിലെ സഭാവിശ്വാസികൾ സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. ഫിലിപ്പിയിൽ ഒരു സഭ സ്ഥാപിച്ചത് പൗലോസാണ്. ആദ്യത്തെ വിശ്വാസി കുടുംബം ലുദിയായും കുടുംബവുമാണ്. പിന്നീട് ധാരാളം ആളുകൾ അവിടെ വന്നു ആ സഭയിൽ. പക്ഷേ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾ എന്താണ് ചെയ്തത്? സുവിശേഷം മൂലം രക്ഷ കണ്ടെത്തിയ അവർ അധികം വൈകാതെ തന്നെ പൗലോസിനോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായി തീർന്നു. അല്ലാതെ സുവിശേഷം ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറഞ്ഞ്, ഞങ്ങൾക്ക് നല്ല സ്വഭാവമെല്ലാം കൈവന്നു എന്ന് പറഞ്ഞ്, ഞങ്ങൾ ആത്മരക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ ദുസ്വഭാവം മാറി എന്ന് പറഞ്ഞ് സുവിശേഷം മറ്റുള്ളവരോട് പറയാതെ മൂടി വയ്ക്കുകയല്ല ഉണ്ടായത്. ഫിലിപ്പിയ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, ഫിലിപ്പിയ 1-ാം അധ്യായം, ഒരു മിനിറ്റ്, ഫിലിപ്പിയ ലേഖനം 1-ന്റെ 5 ബ്രദറെ? വായിച്ചു ബ്രദർ. ഫിലിപ്പിയർ 1:5. 1 നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 5 തൊട്ട്. 1 നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. ഇത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. 1 നാൾ മുതൽ ഇവർ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ ഇവരെന്താ ചെയ്യുന്നത്? 1 നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. പൗലോസാണ് അവിടെ സുവിശേഷം അറിയിച്ചത്. ഇവർ പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞു. ഇവരുടെ ജീവിതത്തിന് മാറ്റം വന്നു എന്ന് മാത്രമല്ല, പിന്നെ ഇവർ സുവിശേഷ ഘോഷണത്തിനായി പ്രവർത്തിക്കുകയാണ്. 1 നാൾ മുതൽ ഇതുവരെയും, അതായത് പൗലോസ് ഈ ഫിലിപ്പിയ ലേഖനം എഴുതുന്ന ആ ദിവസം വരെയും, 1 നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ്, കൂട്ടായ്മ നിമിത്തം. എന്താണ് ഈ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ? ചർച്ചിൽ ഒരു സഹോദരൻ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ മറ്റു സഹോദരൻ പറയുകയാണ്, തനിച്ചു പോകേണ്ട, ഞാനും വരാം. ഒരു സഹോദരി ഭവന സന്ദർശനം നടത്താൻ പോകുമ്പോൾ മറ്റു സഹോദരിമാർ പറയുകയാണ്, ഞാനും വരാം സഹോദരി. ഒരാൾ പരസ്യമായി സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ മറ്റു സഹോദരന്മാരും വിശ്വാസികളും പറയുകയാണ്, ഞങ്ങളും വരാം. ഇതാണ് ഫെലോഷിപ്പ്. അല്ലാതെ ഒരാൾ സുവിശേഷം അറിയിക്കാൻ ചർച്ചിൽ നിന്ന് പോകുന്നു, അത് അയാളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജോലിയും അതൊക്കെ ഉണ്ട്, ഞങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അങ്ങേർക്ക് പിന്നെ പണിയൊന്നുമില്ല, സുവിശേഷമായിട്ട് നടന്നുകൊള്ളും. അതല്ല ഫിലിപ്പിയ സഭയിലെ
വിശ്വാസികളുടെ മനോഭാവം. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ്. സുവിശേഷ ഘോഷണം ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഫിലിപ്പിയ വിശ്വാസികൾക്ക് ഇത്രമാത്രം സുവിശേഷ ഘോഷണത്തിൽ താല്പര്യമുണ്ടല്ലോ. അതോർക്കുമ്പോൾ പൗലോസിന് വളരെ സന്തോഷമാണ്. അവരെ ഓർക്കുമ്പോൾ, ഫിലിപ്പിയ സഭയിൽ സുവിശേഷ താല്പര്യരായ ആ സഭയിലെ വിശ്വാസികളെ ഓർക്കുമ്പോൾ, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. കൊളോസ്യ ലേഖനം 1:23 ജോയ് ബ്രദർ കിട്ടിയാലെന്ന് വായിക്കണേ. കൊളോസ്യ 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. കൊളോസ്യ ലേഖനം 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടിൻ്റെ വരികൾ നമുക്ക് പാടാം. ജോയ് ബ്രദർ ഒന്ന് പാട്, അതിനുശേഷം നമുക്ക് തുടങ്ങാം. കുറച്ച് വരികൾ. യേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. മുഴങ്കാലും മടങ്ങിടം തിരുമ്പിൽ വല്ലഭമുള്ള നാമം. എല്ലാം മുഴങ്കാലും മടങ്ങിടും തിരും വല്ലഭത്തമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴയനിക്കുംബനാമം. വാനം ഭൂമിയേവം പാതാളമൊരു വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരു പോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെച്ച നാമം. വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും
മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുന്നിൽ വല്ലഭത്വമുള്ള നാമം, എല്ലാ മടങ്ങിടും വല്ലഭത്വമുള്ള നാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം, ശ്രീയേശുനാമം ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം, ഭൂതബാധിതർക്കും വ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം, ഉരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം, കുരുടർക്കും ഉടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. നമുക്ക് വീണ്ടും വചനധ്യാനത്തിലേക്ക് വരാം. എന്തായാലും വലിയൊരു അത്ഭുതം നടന്നു. ഒരു പാട്ട് പാടാനായിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന പാട്ട് ശ്രീയേശുനാമം അതിശയനാമം. ഞാനത് മനസ്സിൽ ചിന്തിച്ച ഉടനെ തന്നെ ജോയ് ബ്രദറിനോടാണ് പറഞ്ഞത് പാട്ട് പാടാൻ. പക്ഷേ ജോയ് ബ്രദർ അതേ ഗാനം തന്നെയാണ് പാടിയത്. ഞാൻ ഉദ്ദേശിച്ച അതേ ഗാനം തന്നെ പറയാം. അപ്പോൾ ചെറിയ കാര്യമായാലും എല്ലാം ഹോളി സ്പിരിറ്റ് നിയന്ത്രിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കൊളോസ്യർ 1:23. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. പൗലോസിന് ഇങ്ങനെ പറയാൻ പറ്റി, ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസ് എത്ര ആളുകളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടായിരിക്കും? ധാരാളം ആളുകളോട്. നമ്മൾ വ്യക്തിപരമായി രക്ഷയിലേക്ക് വന്നതിന് ശേഷം ഈ സുവിശേഷം എത്ര ആളുകളോട് പറഞ്ഞിട്ടുണ്ട്? അതിൻ്റെ കണക്ക് ഇവിടെ പറയാനല്ല, ഒന്ന് ചിന്തിക്കാനാണ്. നമ്മൾ രക്ഷയിലേക്ക് വന്ന് സ്നാനപ്പെട്ടതിന് ശേഷം 30, 20, 25 വർഷങ്ങളായിട്ടുണ്ട്. ഇത്ര കാലം ദൈവം നമുക്ക് ഭക്ഷണവും പാർപ്പിടവും തന്ന് നമ്മളെ ജീവനോടെ നിലനിർത്തി. എത്ര ആളുകളോട് നമ്മെ രക്ഷിച്ച സുവിശേഷം പറഞ്ഞിട്ടുണ്ട്? ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. പൗലോസ് മാത്രമല്ല അന്ന് സുവിശേഷം പറഞ്ഞത്, സഭാവിശ്വാസികളും പറഞ്ഞു, അപ്പസ്തോലന്മാർ പറഞ്ഞു, പൗലോസ് പരമാവധി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് പൗലോസും ആദിമസഭയിലെ വിശ്വാസികളും മറ്റെല്ലാതിനേക്കാൾ ഉപരിയായി സുവിശേഷം സർവ്വലോകത്തിലും വ്യാപരിക്കുവാൻ അവർ എന്തുകൊണ്ട് ഇക്കാര്യത്തിന് പ്രാധാന്യം കൊടുത്തു? കാരണം കർത്താവ് പറഞ്ഞ കൽപ്പനയാണ് അത്. സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു നിർദ്ദേശമല്ല, കൽപ്പനയാണ്. അതനുസരിച്ചേ പറ്റൂ. മത്തായി 24:14 എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകും. ആരാണ് ലോകമെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ടവരാണ്. റോമാലേഖനം 16:26 പൗലോസ് പറയുകയാണ്. റോമ 16:26 യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം
നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നുള്ള പൗലോസിന് അപ്പോസ്തലന്മാർക്ക് അറിയാവുന്ന ആ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെ പക്കലേക്കും സുവിശേഷം കൊടുക്കുവാൻ ആത്മാർത്ഥതയോടെ അന്നത്തെ അപ്പോസ്തലന്മാരും വിശ്വാസികൾ ഓടി നടന്നു. അതിൻ്റെ റിസൾട്ടാണ് ഈ പറയുന്നത്. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിൽ ജനസംഖ്യ വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ അത്ര തന്നെ ജനസംഖ്യയില്ല, എങ്കിലും ആളുകളുണ്ട്. അവരെയെല്ലാം കണ്ടുപിടിച്ച് സുവിശേഷം അറിയിക്കുന്ന ദൗത്യമായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ ഏറ്റവും മുഖ്യമായി ഏറ്റെടുത്തത്. അതുപോലെ തന്നെ സ്വന്തം ജീവിത വിശുദ്ധിയും സദ്ഫലം പുറപ്പെടുവിക്കുക എന്ന കാര്യത്തിലും അവർ ശ്രദ്ധ കാണിച്ചു. തദ്ഫലമായി എന്താണ് ഉണ്ടായത്? അപ്പസ്തോല പ്രവർത്തനം 12:24 ദൈവവചനം വളർന്നു വ്യാപിച്ചു. വെറുതെ എല്ലാവരും അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ ഈ റിസൾട്ട് ഉണ്ടാകുകയില്ല. ദൈവവചനം വളർന്ന് വ്യാപിച്ചു. അതിന് സുവിശേഷത്തിനായി എരിവുള്ള വിശ്വാസികളും ശുശ്രൂഷകന്മാരും മുന്നിട്ടിറങ്ങി. തദ്ഫലമായി ഉണ്ടായ ഒരു റിസൾട്ടാണ് ഇത്. ദൈവവചനം വളർന്ന് വ്യാപിച്ചു. അപ്പസ്തോല പ്രവർത്തനം 6:7 അപ്പസ്തോല പ്രവർത്തനം 6:7 ദൈവവചനം പ്രചരിക്കുകയും യെരൂശലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. ദൈവവചനം പ്രചരിക്കുകയും, വെറുതെ അങ്ങ് പ്രചരിച്ചതല്ല, ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികളാണ് അത് പ്രചരിപ്പിച്ചത്. ദൈവവചനം പ്രചരിക്കുകയും യെരൂശലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:20 അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. സ്വർഗത്തിൽ പോയാൽ നമ്മളൊരു കാഴ്ച കാണും. സകല ഗോത്രങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും കോടിക്കണക്കിന് ആളുകൾ ഇതാ രക്ഷ ദൈവത്തിൻ്റെ ദാനം എന്ന് ആർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തണമെങ്കിൽ ഇവരോട് ഭൂമിയിലായിരുന്നപ്പോൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ടായിരിക്കണമല്ലോ. വെളിപ്പാട് 7:9 തൊട്ട് ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. രക്ഷ ദൈവത്തിൻ്റെ ദാനമെന്ന് ഈ സകല ജനപദങ്ങളിൽ നിന്നുള്ളവർ ഉദ്ഘോഷിക്കുകയാണ്. കാരണം സുവിശേഷം എല്ലാ ജനങ്ങളും കേട്ടിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം ധ്യാനിക്കുന്ന വാക്യം വീണ്ടും ജോയ് ബ്രദറിനെ വായിക്കാം. കൊളോസ്യർ 1:6 കൊളോസ്യർ 1:6 കിട്ടിയില്ലെങ്കിൽ ഞാൻ വായിക്കാം. നിങ്ങൾ വായിച്ചു. 1:6 ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വർദ്ധിച്ചു വരുന്നു. കൊളോസ്യർ 1:6 നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
that has come to you all over the world. This gospel is producing fruit and growing, just as it has been doing you since the day you heard it. കൊളോസ്യ സഭയിലെ വിശ്വാസികൾ എന്നാണോ സുവിശേഷം കേട്ടത് അന്ന് തൊട്ട് ഇത് ഫലം കായ്ക്കാനും വളരാനും തുടങ്ങി. 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈ പ്രക്രിയ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ വിവിധയിടങ്ങളിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സുവിശേഷം അറിയിക്കുന്നു. ആ സുവിശേഷത്തിന് അനുകൂലമായി പ്രതികരിച്ചവരിൽ സദ്ഫലങ്ങൾ ഉണ്ടാകുന്നു. അവർ മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഈ പ്രോസസ്സ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ വായിച്ചത് ഗോഡ്സ് ഗ്രേസ് ഇൻ ഓൾ ഇറ്റ്സ് ട്രൂത്ത്. സിൻസ് ദ ഡേ യു ഹേർഡ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഗോഡ്സ് ഗ്രേസ് ഇൻ ഓൾ ഇറ്റ്സ് ട്രൂത്ത്. സുവിശേഷം കേട്ടു, മാത്രമല്ല ഗോഡ്സ് ഗ്രേസ് ഇൻ ഓൾ ഇറ്റ്സ് ട്രൂത്ത്, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചും കേട്ടു. ഇത് രണ്ടും പരസ്പരം ഒത്തുപോകുന്നതാണ്, സുവിശേഷവും ദൈവത്തിൻ്റെ കൃപയും. ഇനി ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ഇവർ എങ്ങനെയാണ് കേട്ടത്? ഗോഡ്സ് ഗ്രേസ് ഇൻ ഓൾ ഇറ്റ്സ് ട്രൂത്ത്. ഇന്ന് വ്യാജ കൃപയുടെ സുവിശേഷമുണ്ട്. കൃപയെക്കുറിച്ച് ഭാഗികമായി പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേ വാസ്തവത്തിൽ എന്താണ് ദൈവകൃപ? അതിൻ്റെ യഥാർത്ഥ സത്യത്തിൽ ഇവർക്ക് കേൾക്കാനിടയായി. ഇന്ന് ദൈവകൃപയെക്കുറിച്ച് പലരും പറയാറുണ്ട്. പക്ഷേ പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവകൃപയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പ്രസംഗിക്കുന്നവരുണ്ട്. മാത്രമോ വ്യാജകൃപയെക്കുറിച്ച് പറഞ്ഞ് ജനത്തെ ചതിക്കുന്നവരുമുണ്ട്. 1-ാം നൂറ്റാണ്ടിലും ദൈവകൃപയെ തെറ്റായ രീതിയിൽ കണ്ടവരുണ്ടായിരുന്നു. അതിനെ പാപപ്രവൃത്തിക്കായി ഒരു മറയാക്കിയവരുണ്ടായിരുന്നു. ധാരാളം ദുരുപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ കൊളോസിയിലുള്ളവർ സുവിശേഷം കേട്ടോ, സത്യസുവിശേഷം കേട്ടോ. അണ്ടർസ്റ്റുഡ് ഗോഡ്സ് ഗ്രേസ് ഇൻ ഓൾ ഇറ്റ്സ് ട്രൂത്ത്. ശരിക്കും ദൈവത്തിൻ്റെ കൃപ എന്താണോ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഈ വിശ്വാസികൾ കേട്ടു. തദ്ഫലമായിട്ട് എന്താ ഉണ്ടായത്? പണ്ട് ഇവർ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് വിജാതി ആചാരങ്ങളൊക്കെ ചെയ്തവരാണ്. മാത്രമല്ല ഒരുപാട് പാപങ്ങളൊക്കെ ഇവർ ചെയ്തവരാണ്. ദൈവകൃപ, കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഇവർ പണ്ട് ഒരുപാട് മതപരമായ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ ചെയ്തവരാണ് അന്ധമായി. അത് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള മതപരമായ അന്ധമായ ആചാരങ്ങളിൽ നിന്ന് ഇവർക്ക് രക്ഷ കിട്ടി. എപ്പോൾ? ഈ ദൈവകൃപയുടെ പൂർണ്ണമായ വിവരണം ഇവർ കേട്ടപ്പോൾ. സുവിശേഷം ഇവർക്ക് ആത്മരക്ഷ കൊടുത്തു. ഇനി കർമ്മങ്ങൾ കൊണ്ടോ മതാചാരങ്ങൾ കൊണ്ടോ അല്ല, ദൈവകൃപയാലാണ് ഞങ്ങൾക്ക് രക്ഷ. ആ സത്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഇനി നിങ്ങൾ പഴയ ആ ലീഗലിസത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകരുത്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ ഈ കൊളോസ്യരുടെ ജീവിതത്തിൽ, സത്യസുവിശേഷം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അത് 2-ാം അധ്യായത്തിൽ, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ വിശദമായി പൗലോസ് പറയുന്നുണ്ട്. ഈ സുവിശേഷം എങ്ങനെയാണ് ഇവരിൽ ഫലം ഉളവാക്കിയത്, ഇവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഈ ദൈവകൃപ വരുത്തിയത്. കൊളോസ്യർ 2:13 തൊട്ട്, നിങ്ങൾ പാപങ്ങൾ നിമിത്തം മരിച്ചവരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മരിച്ചവരും
അതായിരുന്നു കൊലോസ്യ സഭയിലെ ജനങ്ങളുടെ അവസ്ഥ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. എന്നാൽ ദൈവകൃപയുടെ സുവിശേഷം ഇവർ കേട്ടപ്പോൾ ഇവർ വീണ്ടും ജനനം പ്രാപിച്ചു. ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തതിൻ്റെ പ്രയോജനം ഇവർ അനുഭവിച്ചു. അതുകൊണ്ട് ഇവരോട് പറയുന്നത്, ഇനി ആ പഴയ ലീഗലിസത്തിലേക്ക്, അന്ധമായ മതാചാരങ്ങളിലേക്ക് നിങ്ങൾ തിരികെ പോകരുത്. കൊളോസ്യർ 2:13 തൊട്ട്. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും. ഇവയെല്ലാം വരാനിരുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗലാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന്? ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. 2-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. ദൈവകൃപ ഇവർക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. 2-ാം അധ്യായം ധ്യാനിക്കുവാൻ ദൈവം അവസരം തന്നാൽ ഈ വായിച്ചു കേട്ട വാക്യങ്ങൾ നമ്മൾ ഒന്നുകൂടി വിശദമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പഠിക്കും. ദൈവകൃപയെക്കുറിച്ചുള്ള സുവിശേഷം ഇവർക്ക് ആത്മരക്ഷ നൽകി. അതുവരെ ഇവർ മതപരമായ പല ചടങ്ങുകളും അവയാൽ ബന്ധിതമായി ജീവിച്ചവരാണ്. കൊളോസിയിൽ ഒരുപക്ഷെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നവരും വിജാതിയിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരിക്കാം. രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. യഹൂദന്മാർക്ക് അവരുടെ പാരമ്പര്യങ്ങൾ, വിജാതിയർക്ക് അവരുടെ മതപരമായ പാരമ്പര്യങ്ങൾ. ഇനി അത്തരം ആചാരങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം കൃപയാലാണ് ഇവർ രക്ഷിക്കപ്പെട്ടത്. ഇത് ഇവർ നേടിയെടുത്തതല്ല. ഒരുവരും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. ദൈവത്തിൻ്റെ കൃപയാലാണ്. ക്രിസ്തു ക്രൂശിൽ വെച്ച് ചെയ്ത ആ വലിയ കർമ്മമാണ് ഇവർക്ക് രക്ഷ നൽകിയിരിക്കുന്നത്. ആധിപത്യങ്ങളെയും ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇത് ഇവർ ചെയ്തതല്ല, ക്രിസ്തു ചെയ്തതാണ്. ക്രിസ്തു ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്. നമ്മളിൽ പലരും ചില ക്രിസ്തീയ സഭകളിൽ ജനിച്ചു വളർന്നവരാണ്. എങ്കിലും യഥാർത്ഥ രക്ഷ എന്താണ്, ദൈവകൃപയുടെ സുവിശേഷം എന്താണ് നമ്മൾ അറിയുകയില്ല. അതുകൊണ്ട് അവിടെ അത്തരം പാരമ്പര്യ സഭകളിൽ ഒരുപാട് സഭാപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ജപങ്ങൾ, വചനത്തിൽ കാണാത്തതും കർത്താവ് കൽപ്പിക്കാത്തതുമായ ഒരുപാട് ആചാരങ്ങൾ. അവിടെയും പാപപരിഹാരത്തിന് വേണ്ടി പല ക്രിയകളുമുണ്ട്. പുരോഹിതൻ നിർദ്ദേശിക്കുന്ന ചില അനുഷ്ഠാനങ്ങളുണ്ട്, നോമ്പുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അന്ന് നമ്മൾ അത്തരത്തിലുള്ള മതപരമായ സഭാപരമായ ആചാരങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചതിൻ്റെ കാരണം എന്താണ്? ഈ ദൈവകൃപയുടെ സുവിശേഷം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ കർമ്മങ്ങളാലല്ല, കൃപയാലാണ് രക്ഷ എന്ന് അന്ന് നമ്മൾക്കറിയുമായിരുന്നില്ല. അന്ന് നമ്മുടെ ധാരണ കൂദാശകളിൽ പങ്കെടുത്താൽ രക്ഷ കിട്ടും, ഇന്ന പ്രാർത്ഥനകളിൽ പങ്കെടുത്താൽ, അല്ലെങ്കിൽ കൊന്ത ചൊല്ലിയാൽ, അല്ലെങ്കിൽ മലയാറ്റൂർ മല കയറിയാൽ, കുരിശെടുത്ത് വളരെ വേദന സഹിച്ച് കഷ്ടപ്പെട്ട് നടന്ന് നീങ്ങി വെയിലത്തെല്ലാം ദീർഘയാത്ര നടത്തിയാൽ, അല്ലെങ്കിൽ ചില പള്ളികളിലേക്ക് തീർത്ഥാടനങ്ങൾ പോയാൽ, ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളുണ്ട്. അങ്ങനെയുള്ള പല ആചാരങ്ങളിലും നമ്മൾ
ഭക്തിയോടെ പങ്കെടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ദൈവകൃപയുടെ സുവിശേഷം, അതിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഈ ആത്മരക്ഷ, അതിനെക്കുറിച്ച് നമുക്കറിവില്ലായിരുന്നു. പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവകൃപ, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സുവിശേഷം നിങ്ങളുടെ അരികിലേക്കും എത്തി. ഇനി നിങ്ങൾ പഴയ ആ മതപരമായ ആചാരങ്ങളിലേക്ക്, ലീഗലിസത്തിലേക്ക് മടങ്ങേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് കൊളോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം വാക്യം ഒരു 2 തവണ സത്യവേദ പുസ്തകത്തിൽ നിന്ന് നോക്കി വായിക്കാം. എന്നിട്ട് ഇന്നത്തെ വചനധ്യാനം നമുക്ക് അവസാനിപ്പിക്കാം. അതിനുശേഷം ജോയ് ബ്രദർ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദറെ ആശീർവാദം പറയാം. 6-ാം വാക്യം നമുക്ക് 2 തവണ വായിക്കാം. നാളെ ഈ 6-ാം വാക്യം സാധിക്കുന്നവർ കാണാപാഠം പഠിക്കണം സത്യവേദ പുസ്തകത്തിൽ നിന്ന്. കൊളോസ്യർ 1:6 വായിക്കാം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഒന്നുകൂടി വായിക്കാം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചു വരും. ജോയ് ബ്രദർ പ്രാർത്ഥിക്കാം. ഞങ്ങളെ വത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, കർത്താവെ, നല്ലൊരു പലക്കാലം ഞങ്ങൾക്ക് കാണുവാൻ സഹായിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് വൈകിട്ട് ഇങ്ങനെ ഒരു മീറ്റിങ്ങിലൂടെ വചനം കേൾക്കുവാൻ സഹായിച്ചു. കർത്താവ് കൃപയാലാണ് ആത്മരക്ഷ എന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു. കർത്താവെ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. വചനങ്ങളൊക്കെ ഞങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാനും കർത്താവെ ആ സൗമ്യതയുടെ ആത്മാവിനാൽ ഞങ്ങൾ ഇടപഴകുവാനൊക്കെ സഹായിക്കും. ഞങ്ങൾ വല്ലാത്തൊരു ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിൽ കർത്താവെ, അങ്ങയുടെ ആ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ആത്മാവിന്റെ നിറവിൽ നിന്ന് സംസാരിക്കാനാണ് തോമസ് ബ്രദറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ബ്രദറെ അമ്മയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലും കർത്താവെ കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനും സമാധാനം സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു. കർത്താവ് പ്രാർത്ഥനയായിട്ട് ആസ്വദിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിലാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്